അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ സെമിഫൈനൽ മത്സരം കഴിഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ത്യ മത്സരം വിജയിക്കും എന്ന്. കൃത്യമായൊരു ദുബായിലെ ആ ഒരു സാഹചര്യം, ഇന്ത്യ എത്രത്തോളം ആ ഗ്രൗണ്ടിനോട് പൊരുത്തപ്പെട്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ കാര്യം പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിന്നർമാരുടെ ഒരു മികച്ച പ്രകടനമൊക്കെ. അതെ അതെ അതെ. അപ്പൊ അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു വലിയ വിജയം തന്നെ ഇന്ത്യ സ്വന്തമാക്കി. 4 വിക്കറ്റുകളുടെ വിജയമാണെങ്കിൽ കൂടി ഒരു ഓസ്ട്രേലിയ പോലുള്ള ഒരു ടീമിനെതിരെ അധികം സമ്മർദ്ദമില്ലാതെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാതെ ഒരു മികച്ച രീതിയിലുള്ള ഒരു വിജയം തന്നെ ഇന്ത്യ സ്വന്തമാക്കി. ഇനി ഫൈനലാണ്. നമ്മൾ ഈ മത്സരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം വിരാട് കോഹ്ലിയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ത്യൻ വിജയത്തിൽ? തുടങ്ങുന്നത് കോഹ്ലിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. കോഹ്ലി ചേസ് മാസ്റ്ററാണ്. ഇപ്പം ഈ ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ ഏത് നോക്കൌട്ട് റൗണ്ടിലേക്കായാലും പിന്നെ ഒരു ആധിപത്യം കാണിക്കുന്ന എതിരാളികളെ മാനസികമായി തളർത്താൻ പറ്റുന്ന താരമാണ് കോഹ്ലി. അത് അദ്ദേഹം ഇന്നലെയും പുറത്തെടുത്തപ്പം ഇന്ത്യക്ക് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ 2 വിക്കറ്റ് പോയിരുന്നെങ്കിലും വലിയ ടെൻഷനൊന്നും ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. ഗില്ലിൻ്റെ പിന്നാലെ രോഹിത്തും വീണപ്പോൾ ഒന്നൊരു ചെറിയ സംശയം നമുക്കും എന്താണ് ഓസ്ട്രേലിയക്ക് മുന്നിൽ കറങ്ങി വീഴുന്നുള്ള ഒരു ഡൗട്ട് വന്നിരുന്നെങ്കിൽ പോലും അത് യാതൊരു അപകടവും ഇല്ലാതെ തന്നെ കോഹ്ലിയും പിന്നെ ശ്രേയസ് അയ്യരും കൂടി ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് KL രാഹുലും കൂടെ ചേർന്നിട്ട് വിജയത്തിലേക്ക് എത്തിച്ചു. കോഹ്ലിയുടെ വിക്കറ്റ് അവസാനം ഒരു അനാവശ്യ ഷോട്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നമുക്ക് കളി കഴിഞ്ഞ് പിന്നെ കോഹ്ലി തന്നെ പറയുന്നത് സെഞ്ചുറി അല്ലല്ലോ നോക്കുന്നത്. അപ്പം അവിടെ എത്തി കളി ഉറപ്പിച്ചിട്ടാണ് കോഹ്ലി മടങ്ങുന്നത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് കുറച്ച് ഡോട്ട് ബോൾ കളിച്ചെങ്കിലും 6 അടിച്ചിട്ട് കളിയുടെ 3 സിക്സ് അടിച്ചിരുന്നു. അടുപ്പിച്ചടിച്ചിട്ട് ആ ടെൻഷൻ മാറ്റിയിട്ടാണ് ഹാർദിക്കും മടങ്ങുന്നത്. പിന്നെ ജഡേജയ്ക്ക് വന്നിട്ട് ഒന്ന് ജയിക്കാൻ വേണ്ടി ഒന്ന് KL രാഹുലിനെ 6 അടിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഈ ബാറ്റിംഗ് ഡെപ്താണ്. 8 താരങ്ങളും നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാർ തന്നെ പറയാം. ഈ 3 ഓൾറൗണ്ടർമാർ ഉൾപ്പെടെ ജഡേജയും അക്ഷർ പട്ടേലാണെങ്കിലും ആ 8 ബാറ്റ്സ്മാൻമാർ നിൽക്കുന്ന സമയത്തോളം നമുക്ക് ടെൻഷൻ അടിക്കാനില്ല. ഈ 8ാം വിക്കറ്റിൽ 9ാം വിക്കറ്റ് കൂട്ടിട്ട് വരെ നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പം ഒരു വലിയ റൺ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഈ പിന്നോട്ട് നീക്കുന്ന ഏറ്റവും വലിയ സ്കോറായിരുന്നു ഇന്നലത്തേത്. അത് നമുക്ക് ദുബായിലെ പിച്ച് നമുക്കറിയാം. മറ്റേ പാകിസ്ഥാൻ നടക്കുന്ന മത്സരങ്ങളൊക്കെ 300 റണ്ണുള്ള സ്കോർ പോകുന്നുണ്ടെങ്കിലും ദുബായിൽ അത്രയും റണ്ണ് വരില്ല എന്നറിയാം. ഇതൊരു മികച്ച റൺ തന്നെയാണ് ദുബായിലെ പിച്ചിൽ, സ്പിൻ പിച്ചിൽ വരുമ്പോൾ. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചാണ്. പക്ഷെ അത് ഇന്ത്യക്ക് ഇപ്പോൾ ദുഷ്കരമല്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് അത്രയും ഉണ്ട്. പണ്ടത്തെ പോലെ 4 താരങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പിന്നെ കീപ്പറായിട്ട് മാത്രമുള്ളൊരു താരവും പിന്നെ വരുന്ന ബോളർമാരുമല്ല. ഈ 3 താരങ്ങൾ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഷമിയെയും മാറ്റി നിർത്തിയാൽ ഷമിയും ബാറ്റ് ചെയ്തില്ല പറയുന്നില്ല. പക്ഷേ ഈ നമ്മൾ പറഞ്ഞാൽ ബാറ്റ് ചെയ്യും. പണ്ടത്തെ പോലെയല്ല. നമുക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് 8 ബാറ്റ്സ്മാൻമാർ ഉണ്ട്. ഗില്ല് തുടങ്ങിയിട്ട് പിന്നെ ഈ ജഡേജ വരെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഇനിയിപ്പോൾ ഫൈനലിലേക്ക് പോകുമ്പോൾ വരുന്നത് ദക്ഷിണാഫ്രിക്ക ആയാലും ന്യൂസിലാൻഡ് ആയാലും ഇത് തന്നെയാണ്. യാതൊരു ടെൻഷനുമില്ല. ഈ ടൂർണമെൻറ്റ് പിന്നെ മറ്റ് ഘടകങ്ങൾ മറ്റ് അപ്രതീക്ഷിതമായ ഘടകങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഇന്ത്യ ഈ ചാമ്പ്യൻസ് ട്രോഫി തൂക്കുന്നതിന് യാതൊരു സംശയമില്ല. അതിൽ ഈ ഓസ്ട്രേലിയയുടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ആധികാരികമായി ജയിക്കുന്നു പറഞ്ഞപ്പം അതിൽ ഓസ്ട്രേലിയയുടെ ഫോളോവേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ. പക്ഷേ അത് നമ്മൾ പറഞ്ഞ വിലയിരുത്തിയതൊരു ഈ ബാറ്റിംഗ് നിരയും നമ്മുടെ സ്പിന്നിൻ്റെ ബോളിംഗ് നിരയും വെച്ചാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ ട്രാവിസ് ഹെഡിൻ്റെ ചെറുത്ത് നിൽപ്പായാലും സ്റ്റീവ് സ്മിത്തിൻ്റെ ചെറുത്ത് നിൽപ്പായാലും അത് നമ്മൾ പറഞ്ഞിരുന്നു. ആ താരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ പോയത്. ഹെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലവേദനയായി മാറുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ കൂപ്പർ കൊണോലി എന്ന് പറയുന്ന ഒരു പുതുമുഖ താരമാണ് ഹെഡിനൊപ്പം ഷോട്ടിന് പകരക്കാരനായി എത്തിയത്. അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. റൺസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 9 പന്തുകൾ കളിച്ചിട്ട് റൺസ് ഒന്നും നേടാതെയാണ് ഷമിയുടെ പന്തിലെ വിക്കറ്റ് നഷ്ടമാകുന്നത്. ആ ഒരു സമയത്ത് ഹെഡ് ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ശ്രമമാണ് നടത്തുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യനെ ഒരു 4ഉം 6ഉം അടിച്ച്, ഷമീനെ തുടർച്ചയായി 3 ബൗണ്ടറികൾ അടിച്ച്, കൃത്യമായിട്ട് അപകടം മണത്ത രോഹിത് ശർമ്മ അപ്പോൾ സ്പിന്നർമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുൽദീപ് യാദവ് വന്നു. വരുൺ ചക്രവർത്തി തന്റെ ഇന്നിംഗ്സിലെ 2ാമത്തെ പന്തിൽ തന്നെ ട്രാവിസ് ഹെഡിനെ പുറത്താക്കി. തീർച്ചയായും അത് തന്നെയാണ് ചക്രവർത്തിയുടെ ഇമ്പാക്ട്. നമ്മൾ പറഞ്ഞാണല്ലോ ഇപ്പം ഫൈനലിലേക്കും കരുതി വെക്കുന്നത് ചക്രവർത്തിയുടെ തന്നെ ആയിരിക്കും. കുൽദീപ് നമ്മൾ പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ പോലെ തന്നെ റണ്ണ് വഴങ്ങുന്നതിലും വിക്കറ്റ് ഒരു ഫോം കുറച്ചുകൂടി കുറവെന്ന് തോന്നിക്കുന്നുണ്ട്. പ്രകടനം മങ്ങിയെന്ന് തോന്നിയത് കുൽദീപ് യാദവ് മാത്രമാണെങ്കിലും അതിൽ യാതൊരു ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കുൽദീപും അവസരത്തിൽ ഉയർന്നത് ആരാണ്? ഒരു മികച്ച സ്പിന്നറാണ്. പിന്നെ ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറിൽ ഒന്നാമതിനെ കുൽദീപിനെ തന്നെ പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ ടെൻഷനൊന്നുമില്ല. ഒരു പണ്ട് നമുക്ക് പറയുമ്പോൾ ബാറ്റിംഗിൽ ടെൻഷൻ, ബോളിംഗ് ടെൻഷൻ അല്ലെങ്കിൽ ഫീൽഡിംഗ് ടെൻഷൻ ഒക്കെ ഉണ്ട്. അതെല്ലാം മറികടന്ന ഒരു ടീമായിട്ടാണ് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പം രോഹിത്തിനും സംഘത്തിനും വീണ്ടും ഒരു ചാമ്പ്യൻസ് ഒരു ICC ട്രോഫി എടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമില്ലാത്ത. അതെ. പിന്നെ ഇപ്പൊ നമ്മൾ സ്മിത്തിന്റെ ഒരു ബാറ്റിംഗ് പറയണം. സ്മിത്ത് ക്രീസിൽ നിലയുറപ്പിച്ചിട്ട് കളിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. മറുവശത്ത് അലക്സ് കാരി 2 വിക്കറ്റുകൾ ഓസ്ട്രേലിയക്ക് പിന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അലക്സ് കാരി വന്നിട്ട് ഒരു കുറച്ച് അഗ്രസീവായിട്ട് കളിക്കുകയും അതേസമയം സ്മിത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നിന്ന് കളിക്കുക എന്ന രീതിയിലാണ്. മാത്രമല്ല, പക്ഷെ അതിലൊരു രസകരമായിട്ട് കാര്യം ഷമിയുടെ ഒരു ഫുൾ ടോസിലാണ് സ്മിത്ത് ഔട്ട് ആവുന്നത്. കുറച്ച് കഴിയുന്ന സമയത്ത് സ്മിത്ത് കുറച്ച് ഷെയ്ക്കി ആയിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു. അധികം ഒരു
ആ ഒരു ആയിരുന്നില്ല. അതെ അതെ, ആ ഒരു സ്മിത്ത് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു റൺ സ്കോർ ചെയ്യാൻ. പക്ഷെ എന്നാലും വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്മിത്തിന്റെ ഒരു ഷമിയുടെ ഒരു ഫുൾ ടോസ് പന്തില് അതൊരു ഈസി ബോൾ ആയിരുന്നു എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു ഷമി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി സ്മിത്തിന്റെ ഒരു സാഹചര്യം. അതെ, നേരെ കുറ്റിക്കെറിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു പന്തിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് അവസാനം നമ്മളിപ്പോ ഇന്നിങ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഓസ്ട്രേലിയ അടക്കം പ്രതീക്ഷിച്ചിരുന്ന ഒരു 280 285 ആ ഒരു അടുത്ത സ്കോർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ 265 ഓസ്ട്രേലിയനെ ഇന്ത്യ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നി? ഇന്ത്യ ആ സ്കോർ ചേസ് ചെയ്യുന്നു തോന്നി? തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബാറ്റിംഗ് ഡെപ്ത് ഇത്രയുള്ള സമയത്ത് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ നോക്കിയാൽ ഓരോ മത്സരത്തിൽ ഓരോ ഹീറോ എന്തായാലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ യാതൊരു ടെൻഷനും ഇല്ല. ഇവരിപ്പം പറഞ്ഞാൽ തന്നെ 300-നടുത്ത് റൺ വന്നത് കൂടി ഒരു പിന്നെ ദുബായിലെ പിച്ചിൽ അത് റണ്ണ് വരാൻ ബുദ്ധിമുട്ടാണ്. 300 അടിച്ചാൽ അത് ചേസ് ചെയ്യാനും ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ നിലവിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഓസ്ട്രേലിയക്ക് അവിടെ 300 അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ നിരക്ക് അത് മറികടക്കാനും പറ്റുന്നൊരു വിശ്വാസം മനസ്സിലുണ്ട്. കാരണം അത്രയും നല്ല മികച്ച രീതിയിലാണ് ഇന്ത്യയുടെ ബാറ്റ്സ്മാർ ഇപ്പം ബാറ്റ് വീശുന്നത്. ഇപ്പോൾ ഫോമിലുള്ള ഗില്ല് കഴിഞ്ഞ 2 വർഷങ്ങളായി പെട്ടെന്ന് വിക്കറ്റ് നടക്കുന്നുണ്ട്. രോഹിത് ഇന്നലെ പോയിട്ടുണ്ടെങ്കിലും പിന്നെ വരുന്നത് നമുക്ക് കാണുന്നത് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് നമ്മളിപ്പം കാണുന്നതാണ്. പിന്നെ 4കളിലൂടെയും 6കളിലൂടെയും അല്ല അദ്ദേഹം പിന്നെ ഇന്നിങ്സ് എക്കാലത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് മധ്യ ഓവറുകളിലൊക്കെ പിടിച്ചു തന്നിട്ട് റൺ നമുക്കറിയാം വലിയൊരു സ്കോറൊന്നുമല്ല. ബോൾ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ പിന്നെ ഓരോ ബോളിൽ റൺ എടുത്ത് പോയി തന്നെ കളി ജയിക്കാൻ പറ്റുന്നതാണ്. അത് അദ്ദേഹം കൊണ്ടുപോയി ആ സമ്മർദ്ദം വലിയ സമ്മർദ്ദം ഇല്ലാതെ കൊണ്ടുപോയി. പിന്നെ സിംഗിൾ എടുത്തിട്ട് റെക്കോർഡുകളൊക്കെ വന്നിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ. ആ സിംഗിൾ എടുത്ത് കൊണ്ടുപോയി അദ്ദേഹം കളി മുന്നോട്ട് കൊണ്ടുപോയി. ശ്രേയസ് അയ്യർ മികച്ച രീതിയിൽ പിന്തുണ നൽകി. ശ്രേയസിന് 50 അർഹിച്ചൊരു 50 ആയിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു. പിന്നെ വന്ന KL രാഹുൽ ആയാലും വിക്കറ്റ് വലിച്ചെറിയുന്ന രീതിയിൽ. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ രോഹിത് ശർമ്മയുടെ ഒരു ബാറ്റിംഗ് കൂടി പറയണം. ഇപ്പോ ഗില്ല് പുറത്താകുന്ന സമയത്താണെങ്കിൽ പോലും രോഹിത് ശർമ്മ ഒരു അടിക്കാനുള്ള മൂഡിലായിരുന്നു. അതായത് അത് മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് തന്നെയാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. പക്ഷെ വേറെ കമ്പനി 2 ക്യാച്ച് രോഹിത് ശർമ്മയുടെ വിട്ട് കളഞ്ഞു. അതെ, അത് രോഹിത് 13 റൺസിൽ നിൽക്കുന്ന സമയത്തും 15, 14 ആ ഒരു റൺസിൽ നിൽക്കുന്ന സമയത്ത് 2 ക്യാച്ച് വിടുന്നുണ്ട്. അത് ആദ്യത്തെ ക്യാച്ച് ഒരു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്യാച്ച് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. കൂപ്പർ കൊണോലി വിട്ട മിസ്സാക്കിയ ക്യാച്ച്. രണ്ടാമത്തെ ക്യാച്ച് വേറൊരു ഇതുണ്ട്. 2023 വേൾഡ് കപ്പ് ഫൈനലിൽ അഹമ്മദാബാദില് ട്രാവിസ് ഹെഡ് ഇതുപോലൊരു ക്യാച്ചാണ് രോഹിത് ശർമ്മയുടെ എടുത്തത്. അതുപോലൊരു ക്യാച്ചാണ് ലബുഷാനേക്ക് കിട്ടിയത്. അതെ അതെ, ആ ക്യാച്ചില് ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ചും കൂടി ഇന്ത്യ ഒരു സമ്മർദ്ദത്തിലായേനെ, കുറച്ചും കൂടി കുറഞ്ഞ റൺസിൽ 2 വിക്കറ്റ് എന്നുള്ള രീതിയിൽ ഒരു സമ്മർദ്ദത്തിലായേനെ. പക്ഷെ ആ ക്യാച്ച് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒടുവിൽ 28 റൺസ് എടുത്ത് രോഹിത് പുറത്താകുന്നത്. പിന്നെ അതിനുശേഷമാണ് ഈ വിരാട് കോഹ്ലിയും സൈരും ചേർന്ന് ആ ഒരു നല്ല പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. കളി അപ്പോഴേക്കും നമ്മുടെ ശ്രേയസ് പുറത്താകുമ്പോഴേക്കും കളി നമ്മുടെ കയ്യിലായിട്ടുണ്ടായിരുന്നു. പിന്നെ രാഹുൽ കൂടി വന്നപ്പോൾ അക്ഷർ പട്ടേലും മികച്ച ഇന്നിങ്സ് ആണ്. അത് പറയാം, 5ാം നമ്പറിലേക്ക് പറഞ്ഞിട്ട് അത് ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം കിട്ടിയത് അത് അർഹിച്ചൊരു സ്ഥാനക്കയറ്റാണെന്ന് മനസ്സിലാക്കിയത് പിന്നെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. ശ്രേയസ് പോയതിനു ശേഷം ആ റണ്ണ് കോഹ്ലിക്ക് അവിടെ നിന്ന് കളിക്കാൻ വേണ്ടി റണ്ണ് എടുക്കുമ്പം ആ പിന്നെ റണ്ണ് ഉയർത്താൻ വേണ്ടി അപ്പുറത്ത് അക്സറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് ടീമിന് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അക്സർ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്പെഷ്യൽ ബാറ്റ്സ്മാനായി രാഹുൽ ഇറങ്ങാനുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. രാഹുൽ വന്നു, പിന്നെ നമുക്ക് ഹാർദിക് പാണ്ഡ്യയും ജഡേജയും ഉണ്ട്. അത്രേ അപ്പോൾ ഈ ഒരു ടെൻഷനിലാണ് ഇപ്പോൾ കോഹ്ലിക്കും ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. താരങ്ങൾക്കെല്ലാം ഇത് വലിയ റണ്ണല്ല, നമ്മൾ ഈ പറഞ്ഞ വലിയ റണ്ണല്ല വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ഇതിലേക്കാണ് പോകുന്നത്. തീർച്ചയായും. പിന്നെ അവസാന സമയത്ത് KL രാഹുലും ഹാർദിക് പാണ്ഡ്യയും കൂടി ആ ഒരു കളി ഏകദേശം വിജയിപ്പിക്കുന്ന വിക്കറ്റ് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അതിന്റെ ഡോട്ട് ബോൾ വന്ന പ്രശ്നമില്ല. പിന്നെ 6 അടിച്ചിട്ട് അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ ഇന്ത്യ ഈ സ്പിന്നർമാരെ ഇറക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, ഓസ്ട്രേലിയ ഒരു സ്പിന്നർ എക്സ്ട്രാ ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവരെ സംബന്ധിച്ച് അവർക്കൊരു കാര്യമായൊരു ഇമ്പാക്ട് അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിന് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരങ്ങളാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ റൺസ് ഓസ്ട്രേലിയയുടെ റൺസ് എത്തിയില്ല എന്ന് പറയുമ്പോൾ മാക്സ്വെല്ലിനെ കൂടി ഒന്ന് ഓർക്കണം. കാരണം മാക്സ്വെല്ല് കളിച്ച 4ാമത്തെ പന്തിൽ തന്നെ ഒരു 6 അടിക്കുന്നുണ്ട് അക്സർ പട്ടേലിനെ. അടുത്ത പന്തിൽ കൃത്യമായിട്ട് ലൈന് മാറ്റി എറിഞ്ഞിട്ടാണ് അക്സർ വിക്കറ്റ് എടുക്കുന്നത്. ആ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടി റൺസ് നേടാൻ അവസാനമായിട്ട് നമുക്ക് റണ്ണ് പിടിച്ചിട്ടാൻ വേണ്ടി ഈ സ്മിത്ത് നിൽക്കുന്നത് അറിയാം. നമ്മൾ റണ്ണ് പോകുന്നുണ്ട്. പിന്നെ സ്മിത്ത് പോയതിനു ശേഷം നമുക്ക് നല്ല താരങ്ങൾ വരാനുണ്ട്. അപ്പോൾ റണ്ണ് ഉയർന്നു പോകുന്നത് നമുക്ക് അറിയാം. പക്ഷെ അവിടെ നമ്മുടെ ബോളർമാർക്ക് മികച്ച രീതിയിൽ പന്തെറിയാനും റണ്ണൊഴുക്ക് നിയന്ത്രിക്കാനും പറ്റി. അതുതന്നെയാണ് ഏറ്റവും ഒരു ഘടകമായി വന്നിട്ട് ഈ റണ്ണിൽ പിടിച്ചു കെട്ടാൻ പറ്റിയോണ്ടാണ് നമുക്ക് അനായാസം ചെയ്യാൻ വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സമ്മർദ്ദത്തിൽ നേരത്തെ നമ്മുടെ ഇന്ത്യൻ താരങ്ങളും ബാറ്റ് വീശിയിരുന്നെങ്കിൽ കൂരിനടികൾക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ വിക്കറ്റ് കൂടുതൽ പോയാനെ. പക്ഷെ നമുക്ക് അതിൻ്റെ ടെൻഷനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന റണ്ണാണ്.
കോഹ്ലി അവിടെ ഉണ്ട്, പിന്നെ അക്സറും ശ്രേയസും രാഹുലും വന്നിട്ടുണ്ട്. ആ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു കൃത്യമായ കണക്കുകളിലൂടെ നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരു ആശങ്കയില്ലാതെ ഡ്രസ്സിംഗ് റൂമിൽ ഇന്ത്യൻ താരങ്ങളുടെ മുഖത്ത് ഒരു ഘട്ടത്തിൽ നമുക്ക് ആശങ്ക വേണ്ടി വന്നിട്ടില്ല. അതാണ് അതിന്റെ മാറ്റം വന്നത്. തീർച്ചയായും ഒരു ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം തൊട്ടു മുന്നുള്ള മത്സരങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആ ഒരു കുറച്ച് ഓവറുകൾ കുറച്ച് കൂടുതൽ റൺസ് ഓസ്ട്രേലിയ നേടുന്നുണ്ട്. മാത്രമല്ല കുറച്ചധികം ഓവറുകൾ കളിച്ചതിന് ശേഷമാണ് ഇന്ത്യ ഈ വിജയം നേടുന്നത്. ഫൈനലാണുള്ളത്. ദക്ഷിണാഫ്രിക്കയോ ന്യൂസിലാൻഡോ ആയിരിക്കാം എതിരാളികൾ. എന്ത് തോന്നുന്നു ഫൈനലിൽ യാതൊരു സമ്മർദ്ദവും നമുക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നോക്കൌട്ട് റൗണ്ടിൽ ഓസ്ട്രേലിയയുടെ ഒരു ആധിപത്യം നമ്മൾ എക്കാലത്തും കാണുന്നതാണ്. ഇന്ത്യക്കെതിരെ ഇപ്പം 2015 ഏകദിന ലോകകപ്പിന് ശേഷം കടന്ന മത്സരങ്ങളിൽ നോക്കൌട്ട് റൗണ്ടിലും ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. 2023 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലായാലും ഏകദിന ലോക ഫൈനലായാലും ഓസ്ട്രേലിയനെ സംബന്ധിച്ച് ആകെ ICC ഇവന്റുകളിൽ 22 നോക്കൌട്ടുകൾ കളിച്ചിട്ട് അതിൽ ആകെ 5 തവണ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കണക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് വരുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ ജയിച്ചതൊക്കെ 2017 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലും 2007 ലോകകപ്പിലും ഒക്കെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. അതിനുശേഷം വന്ന് ഈ കഴിഞ്ഞ ലോകകപ്പ്, ടെസ്റ്റ് ലോകകപ്പ്, പിന്നെ ഏകദിന ലോകകപ്പ്, T20 ലോകകപ്പ്, ഇതിലൊക്കെ നമുക്ക് ഓസ്ട്രേലിയക്കും ഈ നോക്കൌട്ടിൽ വീണ്ടും പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഏകദിന T20 അല്ല, പിന്നെ ടെസ്റ്റും കഴിഞ്ഞ 2015 പിന്നെ 2023 ഏകദിന ലോകകപ്പിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളിൽ ഒരു വ്യത്യാസമുണ്ട്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നോക്കൌട്ട് കളിച്ചതിൽ 4-3 അതായത് 4 എണ്ണം ഓസ്ട്രേലിയ ജയിച്ച് 3 എണ്ണം ഇന്ത്യ ജയിച്ച്. അത് ഈ 3 എണ്ണം ചാമ്പ്യൻസ് ട്രോഫിയിലാണ് വന്നിട്ടുള്ളത്. മറ്റുള്ള എല്ലാ ടീമുകളെയും കൂട്ടി നോക്കുന്ന സമയത്ത് 22 നോക്കൌട്ടുകളിൽ 5 എണ്ണം മാത്രമേ ഓസ്ട്രേലിയ തോറ്റിട്ടുള്ളൂ. അപ്പൊ നോക്കൌട്ടുകളിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ബലാബലത്തോടു കൂടി നിൽക്കുന്ന ഒരു ടീം ഇന്ത്യ ആണ് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ വന്ന കമന്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലെ, ഇന്ത്യക്കൊന്നും ഓസ്ട്രേലിയനെ അങ്ങനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതല്ല. പക്ഷെ ഓസ്ട്രേലിയയുടെ ആ ഒരു ബോളിംഗ് ശക്തി, അതുപോലെ നിലവിൽ അവരുടെ പ്രധാന താരങ്ങളില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം, ദുബായിലെ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ കണക്കാക്കുന്നത്. അത് തന്നെയായിരിക്കും ഫൈനലിലും ഇന്ത്യക്ക് പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയും കളിച്ചിട്ട് പാകിസ്ഥാൻ അവരും കൊണ്ട് കളിക്കാൻ വേണ്ടി വരുന്നു. അതിനുശേഷം ദിവസത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്, ഫൈനലിലേക്ക് ടൈം ഉണ്ട്, പിന്നെ അവർക്ക് അവിടെ പ്രാക്ടീസിൽ പരിശീലനത്തിൽ ഏർപ്പെടാൻ വേണ്ടി സമയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇതിൻ്റെ ഒന്നും യാതൊരു ടെൻഷനും ഇല്ല. സെമി കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ കുറച്ചധികം ദിവസം കിട്ടുന്നു, പരിശീലനത്തിൽ ഏർപ്പെടാൻ ടൈമുണ്ട്, ആ പിച്ചും ഗ്രൗണ്ടും നമുക്കറിയാം, കാലാവസ്ഥകളിൽ നമ്മൾ പൊരുത്തപ്പെട്ടു, ഈ ആത്മവിശ്വാസത്തോടെ ബാറ്റിങ്ങും ബോളിംഗ് നിരയും ഉണ്ട്. അപ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ഇന്ത്യ ഇറങ്ങുന്നത്. സമ്മർദ്ദത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ നോക്കൌട്ട് റൗണ്ടിൽ പിന്നെ ഓസ്ട്രേലിയ വരെ തോൽപ്പിച്ചു, ന്യൂസിലാൻഡിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽപ്പിച്ചു, ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് വരുന്നതിൽ കൂടി നമുക്ക് ടെൻഷൻ യാതൊന്നുമില്ല. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ നമ്മൾ കളിച്ചത് നമുക്കറിയാം. അപ്പം ഇനി ന്യൂസിലാൻഡ് തന്നെയാണ് വരുന്നതെങ്കിൽ ന്യൂസിലാൻഡിനോട് കളിച്ച് നമുക്ക് പിന്നെ ഇപ്പം വരുൺ ചക്രവർത്തി അവർ കളിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു പുതിയ താരങ്ങൾ നമുക്ക് ഫുൾ ആത്മവിശ്വാസമുണ്ട്. നിലവിൽ ഈ ടീം വരുമ്പം ഏതൊരു റണ്ണും നമുക്ക് മറികടക്കാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. മികച്ച ഫസ്റ്റ് ബാറ്റാണെങ്കിലും മികച്ച റണ്ണിലേക്ക് എത്താൻ വേണ്ടി പറ്റും, എറിഞ്ഞിടാൻ വേണ്ടി പറ്റും. നല്ല സ്പിന്നർമാരും പേസ് ബൗളർക്കായാലും ഇപ്പോൾ ഹർദിക്കും ഷമി ഇന്നലെ തന്നെ 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹർദിക് ഇന്നലെ കുറച്ചധികം റൺസ് വഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ആശയപ്പെടുത്തുന്ന കിടക്കല്ല നമുക്ക്. പിന്നെ ഒരു താരം കുറച്ചധികം റൺ വഴങ്ങി ബാക്കി പിടിച്ചെട്ടാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു പ്രശ്നമില്ല. ഫൈനലിൽ യാതൊരു സമ്മർദ്ദമില്ലാതെ ഇന്ത്യക്ക് കളിക്കാൻ പറ്റും. ആ സമ്മർദ്ദമില്ലാതെ കളിക്കുന്നതിന് ആനുകൂല്യം ഇന്ത്യക്ക് കിട്ടുകയും ചെയ്യും. അത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ന്യൂസിലാൻഡ് ആണെങ്കിൽ ഓൾറെഡി ദുബായിൽ ഇന്ത്യക്കെതിരെ ഒരു മത്സരം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് അതിനൊരു പ്രതികാരം വീട്ടണം എന്ന രീതിയിലായിരിക്കും തീർച്ചയായും അവർക്ക് വരുന്നത്. അതേസമയം ദക്ഷിണാഫ്രിക്ക നമുക്കറിയാം, ഈ നോക്കൌട്ട് പ്രധാനപ്പെട്ട ICC ഇവന്റുകളിലൊക്കെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഒരു പലപ്പോഴും ഭാഗ്യം ഇല്ലാത്ത ഒരു ടീമായിട്ട് പണ്ട് കാലം മുതലേ അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഏത് ടീം ഫൈനലിൽ വരുന്നതായിരിക്കും ഇന്ത്യക്ക് കൂടുതൽ നല്ലത്? നിങ്ങൾക്ക് എന്താണ്? അതിപ്പം ഈ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ദൗർഭാഗ്യത്തിന്റെ കാര്യം അത് ഒരു ഭാഗ്യപരീക്ഷ ഇത് പറഞ്ഞ് നമുക്കറിയില്ല. പക്ഷേ ദക്ഷിണാഫ്രിക്ക വന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്ക ഇപ്പം ഈ കണ്ടീഷനിൽ ദുബായിൽ കളിച്ചിട്ടില്ല, ഇന്ത്യൻ ടീമിൽ ഈ ടീമിനോട് കളിച്ചിട്ടില്ല, വരുൺ ചക്രവർത്തി പോലുള്ള താരങ്ങൾ കളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം ഇന്ത്യക്ക് കിട്ടും. ബോളിംഗ് നമ്മുടെ കളി അവർ റീഡ് ചെയ്യുന്ന പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ന്യൂസിലാൻഡ് അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞൊരു കളി കളിച്ചു, അതിലെ വീഴ്ച നമുക്കറിയാം. അതൊരു വലിയ പ്രാധാന്യമുള്ള മത്സരം കൂടെ അല്ല, ഗ്രൂപ്പ് ജേതാക്കളെ നിർണ്ണയിക്കുന്ന മത്സരം മാത്രമായിരുന്നെങ്കിലും ആ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ കൃത്യമായി റീഡ് ചെയ്യാൻ വേണ്ടി പിന്നെ ന്യൂസിലാൻഡ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ മത്സരത്തിൽ നമ്മുടെ വില്യംസൺ ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പം ആ ഒരു എവിടെയാണ് പിഴച്ചതെന്ന് ന്യൂസിലാൻഡ് കൃത്യമായി കണക്കൂട്ടാൻ പറ്റും. ഈ ഇന്ത്യൻ ടീമിനെ ക്ലിയർ ആയിട്ട് അവർക്ക് അറിയാം. ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ഡെപ്തും എല്ലാം കൃത്യമായിട്ട് ആ ചൂടറിഞ്ഞ ഇതാണ്. ചൂട് മാറുന്നതിന് മുമ്പേ വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അവർക്ക് എന്തായാലും ഇന്ത്യ മറികടക്കാനുള്ള പദ്ധതി ഇടാൻ വേണ്ടി പറ്റും. ഇന്ത്യക്കും അതേപോലെ തന്നെയാണ് ന്യൂസിലാൻഡ് അറിയാൻ. അവിടെ നമുക്ക് എവിടെ നിന്നാണ് റണ്ണ് മിസ്സായതെന്ന് അറിയാം, എങ്ങനെയാണ് പിടിച്ചേട്ടൻ, എവിടേക്ക് നമുക്കിന്ന് പിഴച്ചിട്ടുണ്ടെന്ന് അറിയാം, ഫീൽഡിങ്ങിൽ ഉൾപ്പെടെ വന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് ഇന്ത്യക്കും ഓക്കെ ഈ കാര്യമുണ്ട്. പക്ഷേ ദക്ഷിണാഫ്രിക്ക അങ്ങനെയല്ല. ദക്ഷിണാഫ്രിക്ക ഈ നിലവിലെ ഫോമിൽ വരുമ്പം ഇന്ത്യൻ ടീമിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ദക്ഷിണാഫ്രിക്കക്കും
ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ഒരു മത്സരങ്ങളും തോക്കാതെ വലിയ റണ്ണിൽ വിജയിച്ച് വലിയ മാർജിൽ ആധികാരികതയോടെ വിജയിച്ച് വരുന്ന ടീമാണ്. അപ്പം നോക്കൗട്ട് റൗണ്ടിൽ നമ്മൾ ഈ പറഞ്ഞൊരു ഭാഗ്യത്തിൻ്റെ കൂടി ആകുമ്പോൾ ദക്ഷിണാഫ്രിക്ക ആയിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ദക്ഷിണാഫ്രിക്ക ആയാലും ന്യൂസിലാൻഡ് ആയാലും യാതൊരു ടെൻഷനും ഇല്ല. ഈ കപ്പ് എന്തായാലും ഇന്ത്യയിലേക്ക് തന്നെ വരുന്ന കാര്യത്തിൽ സംശയമില്ല, ഉറപ്പാണത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ബാറ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വിരാട് കോഹ്ലി മികച്ച ഫോമിലാണെന്ന് പറയും, ശ്രേയസ് അയ്യർ ഫോമിലാണ്, രോഹിത് ശർമ്മ ഒരു ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം തന്നെ നടത്തുന്നുണ്ട്. ഗില്ല് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനലിൽ ഗില്ലിന്റെ ഒരു മികച്ച പ്രകടനം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കാരണം അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരം കൂടിയാണ്. ഗില്ലിന് നമുക്കറിയാം, അദ്ദേഹം റൺസ് സ്കോർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അനായാസ റൺസ് സ്കോർ ചെയ്യുന്ന ഒരു താരമാണ്. ഗില്ലിന്റെ ഒരു തിരിച്ചുവരവ് കൂടി ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ആശങ്ക പകരുന്നുണ്ടോ? കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ആശങ്കപ്പെടാനില്ല. കാരണം അതിന് മുന്നത്തെ 4 ഇന്നിംഗ്സ് 2 സെഞ്ചുറി 2 50 കഴിഞ്ഞിട്ടുള്ള താരമാണ്. അപ്പോൾ കഴിഞ്ഞ 2 മത്സരം വെച്ചിട്ട് അങ്ങനെ ഒരു ആശങ്കയിലേക്കോ അല്ലെങ്കിൽ താരം ഫോം ഔട്ടിലേക്ക് പോകുന്ന ഒരു ടെൻഷനൊന്നും ആവശ്യം വരുന്നില്ല. അപ്പം ഗില്ല് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഗില്ലിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഫൈനൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. പക്ഷേ രോഹിത്തും ഗില്ലും മികച്ച തുടക്കം നൽകിയേക്കാം. രോഹിത്തിനേക്കാൾ ഗില്ല് നിന്ന് കളിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലി എങ്ങനെയായിരിക്കും ഫൈനൽ നമുക്ക് ഈ ഫോം തുടരുമോ എന്ന് കണ്ടറിയാം. ശ്രേയസ് അയ്യർ എന്തായാലും ഇതേ ഫോമിൽ തന്നെ ഉണ്ടാവും. അക്ഷർ പട്ടേലും രാഹുലും മധ്യ ഓവറുകളിൽ പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റുമ്പോൾ ഇന്ത്യക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. സെമിയിൽ ഓരോ മത്സരത്തിൽ ഓരോ ഹീറോ ആണ് നമുക്കിപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പം കഴിഞ്ഞ 2-3 വർഷങ്ങളായി കോഹ്ലി ഫോമിലാണെങ്കിൽ കൂടി ഫൈനലിലേക്ക് എത്തുമ്പം കോഹ്ലിയേക്കാൾ ഫോമിലേക്ക് വരാൻ വേണ്ടി ഗില്ലിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം വീണ്ടും ഒരു കരുത്ത് കൂടുകയാണ് നമുക്ക് ബാറ്റിംഗ് നിരക്ക്. തീർച്ചയായും. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി. ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിൽ ഹാർദിക് ഒരു നിർണായകമായ ഇന്നിങ്സ് ആണ്. ഇന്നലെ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അക്ഷർ പട്ടേൽ ഇത് നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഹാർദിക്കിനെ നമ്മൾ ഓർക്കുന്നില്ല ബാറ്റിങ്ങിൽ. കാരണം ഇതുവരെ ഹാർദിക് ഉണ്ടോ എന്നുള്ളൊരു ആശ്വാസം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത രവീന്ദ്ര ജഡേജ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു സമയത്ത് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു മൈൻഡിൽ നമ്മൾ ഹാർദിക് എന്നുള്ളതിന്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത് തന്നെയാണ്. അത് സമീപകാലത്ത് ഇത്രയും വലിയ ഡെപ്ത് ബാറ്റിംഗ് നിര ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത കാലത്ത് നമ്മൾ നോക്കിയാൽ ഇപ്പം 5 സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാർ പറയാം, പിന്നെ വരുന്ന ഈ 3 അതിൽ ഹർദിക്കും ജഡേജയും ബാറ്റിംഗിൽ ഈ നിർണായക ഘട്ടങ്ങളിലൊക്കെ തിളങ്ങുന്ന ഒരു താരമാണ് ജഡേജ. അപ്പം ജഡേജനെ പോലെ ഉണ്ട്. പിന്നെ അക്ഷർ പട്ടേൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ബാറ്റ്സ്മാൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല. അതിപ്പം സ്ഥാനക്കയറ്റം കിട്ടി ടോപ്പ് ഓർഡറിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഇപ്പം 5ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ പരമ്പരയിൽ തെളിയിച്ചു. ചാമ്പ്യൻസ് ട്രോഫിയിലും ആ സ്ഥാനം നിലനിർത്തി മികച്ച പ്രകടനം ടീമിന് നിർണായകമായി റണ്ണ് നൽകുന്ന സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പം അത് ഓക്കെയാണ്. നമ്മൾ തീർച്ചയായും ഇപ്പൊ രോഹിത് ശർമ്മ മുമ്പ് പറഞ്ഞത് തന്നെയാണ് ശരി. നമ്മൾ 5 സ്പിന്നർമാരായിട്ടല്ല കളിക്കുന്നത്, 3 ഓൾറൗണ്ടർമാരും 2 സ്പിന്നർമാരുമായിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് രോഹിത് പറഞ്ഞിരുന്നത്. ആ ഒരു ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ടീമിന്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ടോസിന്റെ ഒരു കാര്യം പറയാം. അപ്പൊ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് രോഹിത് തോൽക്കണം, 11 മത്സരങ്ങളായി തോൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ ടോസ് നഷ്ടപ്പെട്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ രോഹിത് പറഞ്ഞ കാര്യം ഞങ്ങൾ 2നും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ആദ്യം ബാറ്റ് ചെയ്യാനാണെങ്കിലും ബോൾ ചെയ്യാനാണെങ്കിലും ടീം തയ്യാറായിരുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഇന്ത്യക്ക് ദുബായിലെ ഒരു സാഹചര്യങ്ങളും എല്ലാം അറിയാം എങ്ങനെ ഓരോ ഘട്ടത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 മത്സരങ്ങൾ ഇന്ത്യ 3 മത്സരങ്ങൾ ഇന്ത്യ ചേസ് ചെയ്തിട്ട് ജയിച്ചു. ഒരു മത്സരം നമ്മൾ ആദ്യം ബാറ്റ് ചെയ്തിട്ടും ജയിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഫൈനലിൽ വരുന്ന സമയത്ത് ടോസ് ഒരു നിർണായകമായി മാറാനുള്ള സാധ്യത ഉണ്ടോ? കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് പറഞ്ഞിരുന്നല്ലോ, 2 ഘടകം ആദ്യം മാറ്റിയതാലും 2ാമത് മാറ്റിയതാലും എങ്ങനെയായിട്ടും നമുക്ക് അറിയണമായിരുന്നു, അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ആശങ്കയില്ല. ടോസ് നഷ്ടപ്പെട്ട ടോസ് ഇപ്പം എല്ലാ മത്സരത്തിലും ടോസ് നിർണായകമാണെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് രോഹിത്തിനെ സംബന്ധിച്ചാലും ടോസ് ഒരു ഘടകമേ അല്ലാതെ ഇരിക്കുകയാണ്. കാരണം 11 മത്സരങ്ങളിലും ടോസ് നഷ്ടപ്പെട്ടിട്ടും ടീമിന് യാതൊരു ഇപ്പോൾ ഈ ടൂർണമെന്റിൽ കൂടെ ഒരു മത്സരത്തിലൂടെ ടോസ് ലഭിച്ചില്ല, ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലിൽ ടോസും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ടോസ് എന്ത് തന്നെയായാലും പിന്നെ എതിർ ടീമിൻ്റെ തീരുമാനം എന്ത് തന്നെയായാലും ബാറ്റിങ്ങിനായാലും ബോളിങ്ങിനായാലും നമുക്ക് സജ്ജമാണ്. ടീം ഇന്ത്യ റെഡിയാണ്. എന്തായാലും തീർച്ചയായും ഒരു മികച്ച മത്സരം തന്നെ ഫൈനലിലും കാണാനാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് മത്സരം കഴിഞ്ഞതിന് ശേഷം ആരാണോ ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ വിശദമായ ചർച്ചകളുമായി വീണ്ടും രംഗത്ത് വരാം.